ഹായ് ഫ്രണ്ട്സ്, ഗോപകുമാറാണ്. നാലാൾക്കാരോട് സംസാരിക്കാൻ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റുമോ? ഒരു ആശയം ഒരു വ്യക്തിയോട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എങ്കിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ, ഓൾമോസ്റ്റ് സീറോ എന്ന് തന്നെ പറയാം, അത്രയും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സൂപ്പർ ബിസിനസ് ആശയമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ചെയ്യാം. ഓരോ നാട്ടിലും ആവശ്യമുള്ള കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രാറ്റജി മെനഞ്ഞു കഴിഞ്ഞാൽ നല്ല സസ്റ്റൈനബിൾ ആയിട്ട് ഒരുപാട് നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ബിസിനസ് ആശയമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ പറയാം. അതിൻ്റെ ഒന്നാമത്തെ കാര്യം ഒരു വർക്ക്ഷോപ്പാണ്. 16, 17, 18 തീയതികളിൽ ഒരു സൂപ്പർ വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. വാട്സ്ആപ്പ് ബിസിനസ് ഓട്ടോമേഷൻ എന്നുള്ളതാണ് വർക്ക്ഷോപ്പിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. പ്രശസ്ത ട്രെയിനർ ആയിട്ടുള്ള ശ്രീ സുബിലാലാണ് ആ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത്. രാത്രി 8:30 മുതൽ 9:30 വരെയാണ് പ്രോഗ്രാം ഉണ്ടാവുക. 1 മണിക്കൂർ ഒരു ദിവസം വെച്ചിട്ടാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് വെച്ചാൽ നിങ്ങൾക്കറിയാം, വാട്സ്ആപ്പ് ഇന്ന് ജസ്റ്റ് ഒരു ചാറ്റിംഗ് മിഷൻ മാത്രമല്ല അല്ലേ, നമുക്ക് അത് ഉപയോഗിച്ച് ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യാം. വാട്സ്ആപ്പ് ബിസിനസ് കേട്ടിട്ടുണ്ട്, നിങ്ങൾ വാട്സ്ആപ്പ് കേട്ടിട്ടുണ്ട്. വാട്സ്ആപ്പ് API ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധാരണ നമ്മൾ വാട്സ്ആപ്പ് അയച്ചു കഴിഞ്ഞാൽ മറ്റൊരു ലിങ്ക് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു കസ്റ്റമർ അത് ഓപ്പൺ ആക്കണമെങ്കിൽ തീർച്ചയായും ഒരു ഹായ് ഒക്കെ അയക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് നമ്മുടെ കസ്റ്റമറുടെ പേരും നമ്പർ ഒന്നും സേവ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി തീർച്ചയായിട്ടും നിങ്ങളുടെ ഓഫറുകൾ, ലിങ്കുകൾ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് എങ്ങനെ അയക്കാൻ പറ്റുന്ന കാര്യങ്ങളും എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഉറങ്ങുമ്പോൾ തന്നെ ഒരു കസ്റ്റമർ ഹായ് അയക്കുകയാണ്. അപ്പോൾ ഈ ചാറ്റ് ബോട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നു. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ച് ഫൈനലി ക്ലോസിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ, സെയിൽസ് എങ്ങനെ ബിൽഡ് ചെയ്യാം, റവന്യൂ എങ്ങനെ വാട്സ്ആപ്പ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തരുന്ന ഒരു വാട്സ്ആപ്പ് ഓട്ടോമേഷൻ വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. 16, 17, 18 തീയതികളിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓൾറെഡി നമ്മുടെ ക്ലാസ്സിലുള്ള 10 ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വെറും 10 ആൾക്കും കൂടെയാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. താഴെ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കാണ്. ഒട്ടും താമസിക്കുന്നില്ല. വെൽക്കം ടു വീഡിയോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രോപ്പ് സർവീസിംഗ് ബിസിനസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കുറേ കാലം മുമ്പ് നമ്മൾ വീഡിയോയിൽ തന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പ്രൊഡക്റ്റ്, നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ഫോട്ടോസ് കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കസ്റ്റമറിലേക്ക് അയച്ചിട്ട് നിങ്ങൾ സെയിൽ പിടിക്കുന്നതിനാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, വളരെ ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഇരുന്നിട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഡിസ്അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോ മാർജിൻ ആണ്. കാരണം പ്രൊഡക്റ്റ് സെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ലൈക്ക് ചിലപ്പോൾ 50 റുപ്പീസോ 100 റുപ്പീസോ ഒക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരുള്ളൂ. അപ്പോൾ നമ്മൾ വോളിയം സെയിൽസിൽ ചെയ്താൽ മാത്രമേ ഡ്രോപ്പ് ഷിപ്പിംഗ് സർവീസുകൾ നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം അതിന്റെ വേറൊരു വേർഷനാണ് ഡ്രോപ്പ് സർവീസിംഗ് ബിസിനസ് എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ക്ലീനിങ്ങിന് ആൾക്കാരെ വേണം. പക്ഷേ ഈ നാട്ടിലെ ഓരോ വീട്ടുകാർക്കും ഓരോ ക്ലീനിങ്ങിന് ചെയ്യുന്ന, ലൈക്ക് ക്ലീനിങ് ചെയ്യുന്ന അല്ലെങ്കിൽ തൊടികൾ വൃത്തിയാക്കുന്ന, വീട്ടിനകത്ത് ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരെ തപ്പിപ്പിടിച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരെ കുറച്ച് ആൾക്കാർ അറിയാം എന്ന് വിചാരിക്കാം. സോ യു ബിക്കം ആൻ ഏജന്റ്. നിങ്ങൾ ഒരു ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറി. നിങ്ങൾ ആ ഫാമിലിനോട് അടുത്ത് പോയി സംസാരിച്ചു, ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ക്ലീനിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഞാൻ ഇന്ന ദിവസം വന്നിട്ട് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാം, നിങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം, ജസ്റ്റ് പേ മീ, ഐ വിൽ പേ ഫോർ ദം, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇവർക്ക് എന്താണ് ഗുണമുള്ളത്? അതായത് ഈ ഒരു പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അയാൾക്ക് നിങ്ങളോട് മാത്രം സംസാരിച്ചാൽ മതി. നിങ്ങളാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. ഇനി ആർക്കാണ് പൈസ തരുന്നത്? നിങ്ങൾക്ക് തന്നെയാണ് പൈസ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് കഴിച്ചതിന് ശേഷം, നിങ്ങളുടെ കമ്മീഷൻ കഴിച്ചതിന് ശേഷം ബാക്കി എമൗണ്ട് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ ആൾക്കാർക്ക് കൊടുക്കാം. ഇത് സർവീസിനെ ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഡ്രോപ്പ് സർവീസിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. ഇത് പല കാറ്റഗറിയിൽ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള പ്രോബ്ലംസിനെ മാത്രം എടുത്തിട്ട് ഫ്രീലാൻസേഴ്സിന് കൂട്ടി ഒരു കൂട്ടമാക്കിയതിന് ശേഷം അത് ത്രൂ നിങ്ങൾക്ക് ഡ്രോപ്പ് സർവീസ് ചെയ്യാം. ഇല്ല, നിങ്ങൾക്ക് ഡിജിറ്റൽ സർവീസുകൾ കൊടുക്കുന്ന ഡ്രോപ്പ് സർവീസിംഗ് ബിസിനസ് ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, വെബ്സൈറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ അറിയില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഏജൻസി ഫോം ചെയ്യുന്നു, ഞങ്ങൾ വെബ്സൈറ്റ് കുറഞ്ഞ ചെലവിൽ ചെയ്ത് കൊടുക്കും. അപ്പം ആരെങ്കിലും നിങ്ങൾക്ക് എൻക്വയറി തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അണ്ടറിൽ 1, 2, 3, 4 വെബ്സൈറ്റ് ഡെവലപ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ആ വർക്ക് അവർക്ക് പാസ് ചെയ്യും. ഒരു സർട്ടൻ എമൗണ്ട് നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. ആ എമൗണ്ട് എന്ത് ചെയ്യും? ഈ കസ്റ്റമറുടെ അടുത്ത് വാങ്ങുകയും നിങ്ങൾ കറക്റ്റ് ഓൺ ടൈമിൽ സർവീസ് ഡെലിവറിയും ചെയ്യുക. അപ്പോൾ നിങ്ങളാണ് ഫ്രണ്ട് എൻഡിൽ നിൽക്കുന്നത്, നിങ്ങളാണ് കസ്റ്റമറോട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് കിട്ടിയ വർക്ക് ഇവർക്ക് ഡെലിഗേറ്റ് ചെയ്യുന്നു, അതിനകത്തുള്ള റിസൾട്ട് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും, വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള ഓരോ പ്രോബ്ലംസിൽ എന്തൊക്കെ സർവീസുകളാണോ വരുന്നത് അതിലൊക്കെ നിങ്ങൾക്ക് ഈ ഡ്രോപ്പ് സർവീസിംഗ് ബിസിനസ് എന്നുള്ള ആശയം നന്നായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. നമുക്ക് ആകെ വേണ്ടത് ഈ സർവീസുകൾ കാണിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു വാട്സ്ആപ്പ് ബിസിനസ്സിനകത്ത് നിങ്ങളുടെ സർവീസുകൾ എന്താണെന്ന് എഴുതി വെക്കുക, നിങ്ങളുടെ സർവീസുകളുടെ ചാർജും നിങ്ങളുടെ ചെയ്യുന്ന രീതിയും എഴുതി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ടത്. അത് മാത്രമാണ് ഇതിനകത്ത് എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ നോക്കുക. എന്തൊക്കെയാണ് കസ്റ്റമർക്ക് വേണ്ടത്, കസ്റ്റമർ സാധാരണ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, എന്താണ് ഈ സാധാരണ മറ്റ് കോമ്പറ്റീറ്റേഴ്സ് എത്ര രൂപയാണ് വാങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഇനി ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഏജൻസിനെ അല്ലെങ്കിൽ ഒരു ഫ്രീലാൻസറെ
മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് സംതിങ് ഹാഡ് ഹാപ്പൻ, ഇപ്പോൾ പെട്ടെന്ന് ഒരു അയാൾക്ക് ലീവ് എടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അയാൾ അവൈലബിൾ അല്ല, പക്ഷെ നിങ്ങൾ കസ്റ്റമറോട് കമ്മിറ്റ് ചെയ്ത് പൈസ വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങൾ ആക്കാൻ വേണ്ടിയിട്ട് ബാക്കപ്പിന് 1, 2, 3 ആൾക്കാരെ നിങ്ങൾ ഫ്രീലാൻസേഴ്സിനെ നിങ്ങൾ ചെയ്യണം. ഫ്രീലാൻസറുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ഹസിൽ ഒഴിവാക്കുന്നതാണ് ആസ് എൻ ഏജൻസി എന്നുള്ള രീതിയിൽ. ഏജൻസി ആവുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 3 മാസത്തേക്ക് 4 മാസത്തേക്ക് അവർക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. കാരണം ഫ്രീലാൻസേഴ്സ് ചിലപ്പം ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ അവർ വിട്ടു. പക്ഷേ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് വേറെ രീതിയിൽ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ദിസ് ഈസ് എ ഗുഡ് ബിസിനസ്. ബിക്കോസ് നിങ്ങൾക്ക് യു ക്യാൻ ബിക്കം എ വെരി ഗുഡ് ഏജൻസി. അപ്പോൾ ഒരു മാസം 10, 20, 30 ടൈപ്പുള്ള വർക്ക്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈസിലി നല്ല ഇൻകം ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് 50 രൂപയും 100 രൂപയും എന്നല്ല മാർജിൻ വരുന്നത്. സർവീസ് ബേസ്ഡ് ബിസിനസ് ആയതുകൊണ്ട് ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ 10,000, 20,000, 30,000 ഒക്കെ ആയിരിക്കും ഒരു പ്രൊജക്റ്റിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടും. ഇനി നാട്ടിലുള്ള ഒരു 1 hour, 2 hour, 3 hour വർക്ക് ആണെങ്കിൽ കൂടി ഒരു ഡീസൻറ്റ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് വോളിയം ടൈപ്പിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എസ്പെഷ്യലി ഈ ഒരു 2-3 വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ നല്ല ഗ്രോത്ത് കാണിക്കുന്ന ഒരു സെഗ്മെന്റ് കൂടെയാണ് ഈ ഡ്രോപ്പ് സർവിംഗ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബിസിനസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ഈ ഐഡിയ മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഇനിയും ഇതുപോലുള്ള നല്ല ബിസിനസ് ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, നമ്മുടെ വാട്സ്ആപ്പ് APIയുടെ ബിസിനസ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അതുവരെ ഡ്രോപ്പ് സർവീസിംഗ് ബിസിനസ് ആയിട്ട് ചെയ്യാം. നിങ്ങൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഡ്രോപ്പ് സർവീസിംഗ് പോലെ ചെയ്തു കൊടുക്കാം. നിങ്ങളൊരു എക്സ്പെർട്ട് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം വരെ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് സർവീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.